നമസ്തേ. ഞാനിന്ന് പറയാൻ പോകുന്നത് കശ്യപ പ്രജാപതിയുടെ മാനസപുത്രനായ മംഗണൻ എന്ന ഋഷിപുത്രന്റെ കഥയാണ്. ഈ കഥ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മനുഷ്യ അല്ലെങ്കിൽ ലോകത്തിലുള്ള എല്ലാ ജീവജന്തുക്കളും പ്രകൃതിയുമായിട്ട് എന്തും വേണ്ടി സാമ്യമുണ്ടെന്നും അത് എന്തും വേണ്ടി സ്വാധീനം പ്രകൃതി മറ്റുള്ള ജന്തുക്കളിൽ ചെലുത്തുന്നു എന്നുള്ളത് തെളിയിക്കുന്ന ഒരു കഥയാണ്. പണ്ട് കശ്യപ പ്രജാപതിയുടെ മാനസപുത്രനായ മംഗണൻ സപ്തസ്വാരത തീർത്ഥക്കരയിലായിരുന്നു അദ്ദേഹം താമസിച്ചിരുന്നത്. ആ തീർത്ഥത്തിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ആ തീർത്ഥത്തിൽ ഒന്ന് മുങ്ങുന്നത് 1000 പേർക്ക് ആഹാരം നൽകുന്ന പുണ്യത്തിന് സമമായിരുന്നു. അതിൻ്റെ കരയിൽ നിന്ന് കഴിയുന്നതും അതിനേക്കാൾ എത്രയോ പുണ്യം. അത് ആ മംഗണന്റെ വലിയൊരു ഭാഗ്യമായിരുന്നു. അദ്ദേഹം ഒരു കവിയുമായിരുന്നു. ഒരിക്കലൊരു സംഭവം ഉണ്ടായി. ഈ മംഗണൻ അദ്ദേഹത്തിൻ്റെ പൂജകൾക്കായിട്ട് കുശപ്പുല്ലുകൾ പറിക്കുകയും അതിൻ്റെ ചുവട് വൃത്തിയാക്കുകയുമായിരുന്നു. അപ്പോൾ ആ പുല്ലിൻ്റെ ഒരു കൂർത്ത ഭാഗം മംഗണൻ്റെ ചൂണ്ടുവിരലിൻ്റെ മധ്യത്തിൽ തറച്ചു കയറി. ആ പുല്ല് മഹർഷി തന്നെ ഊരിയെടുത്ത് കളഞ്ഞു. അപ്പോഴാണ് ഒരു അത്ഭുതം ഉണ്ടായത്. ആ വിരലിൽ നിന്ന് രക്തത്തിന് പകരം ചീരച്ചാർ ഒഴുകിത്തുടങ്ങി. അത് കണ്ട് മംഗണൻ അതിശയിച്ചു. അദ്ദേഹം മനസ്സിൽ അലൗകികമായ ഒരു ആനന്ദമുണ്ടായി. അതോടെ ആഹ്ലാദപരമായി മംഗണൻ നൃത്തം ചവിട്ടാൻ തുടങ്ങി. ആ നൃത്തം കണ്ട് ഭൂമിയും മംഗണനോടൊപ്പം നൃത്തം തുടങ്ങി. അപ്പോഴേക്കും കാതിന് പീയൂഷമായ ചൊരിയുന്ന ഒരു ഗാനം ഒഴുകി വന്നു. ആ പാട്ടിന് അക്ഷരങ്ങൾ ഉണ്ടായിരുന്നില്ല. അവയുടെ രാഗം എല്ലാ രാഗത്തിൻ്റെയും സത്തായിരുന്നു. താളം എല്ലാ ജഗതാവിൻ്റെയും തമ്പുരുവിൻ്റെ വീണമീട്ടുന്ന ആ താളമായിരുന്നു. ദേവലോകം ഇളകിത്തുടങ്ങി. സുരാസുര സുന്ദരിമാർ വിചാരിച്ചു ഇതെന്താണ്, നായകനില്ലാതെ തന്നെ അവർ ആടിത്തുടങ്ങി. ഈ സമയത്ത് ഈ നൃത്തത്തിൻ്റെ മൂർധന്യാവസ്ഥയിൽ ആദിദേവനായ ഭഗവാൻ ശ്രീ പരമേശ്വരൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. മംഗളനോട് ചോദിച്ചു, ഹേ മുനിസൃഷ്ട, ഇത്തരത്തിലൊരു ആനന്ദ നൃത്തം ചവിട്ടാൻ അങ്ങയെ പ്രേരിപ്പിച്ച സംഗതി എന്താണ്? പ്രത്യേകിച്ച് വല്ല കാരണമുണ്ടോ? അപ്പം മംഗളൻ അറിയുന്നില്ല ഈ ശിവനാണ് വന്നത്. ഒരു സന്യാസിയുടെ വേഷം ധരിച്ചാണ് മഹാദേവൻ അവിടെ പ്രത്യക്ഷപ്പെട്ടത്. ഞാൻ പറഞ്ഞു, അല്ലയോ വരിക, ഞാൻ എത്രയോ നാളെ കൊണ്ടാണ് ഈ തീർത്ഥസ്കരയിൽ ഞാൻ വേറെ ഒന്നുമല്ല, ഞാൻ പ്രകൃതിയെ ആരാധിച്ചുകൊണ്ട് ഇവിടെ ഇരുന്ന് തപസ് ചെയ്യുന്നത്. ഇന്ന് എൻ്റെ ചൂണ്ടുവിരലിൻ്റെ ഒരു കുശപ്പുല്ലിൻ്റെ തുമ്പ് കൊണ്ട് ചെറിയൊരു മുറിവുണ്ടായി. സാധാരണയിൽ മുറിവിൽ നിന്ന് രക്തമാണല്ലോ വരിക, എന്നാൽ എൻ്റെ വിരലിൽ നിന്ന് വന്നത് ചീരച്ചാറാണ്. അതിൽ നിന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി. പ്രകൃതിയും അതിലുള്ള എല്ലാ വസ്തുക്കളും അലിഞ്ഞു ചേർന്നുണ്ടായവയാണ് എൻ്റെ ഓരോ ഞരമ്പുകളിലും വിന്യസിക്കുന്ന എന്നാണ് എൻ്റെ ശരീരം. എൻ്റെ ഓരോ ഞരമ്പുകളിലും വിന്യസിക്കുന്നത് പ്രകൃതി തന്നെയാണ്. പ്രകൃതിയിൽ നിന്ന് ആർക്കും ഒളിച്ചോടാൻ കഴിയുകയില്ല. അതോർത്താണ് ഞാൻ നൃത്തം ചെയ്യുന്നത്. ഞാൻ പ്രകൃതിയായതിനാൽ എനിക്കുണ്ടായ ആനന്ദം പ്രകൃതിക്കുണ്ടായി. അതുകൊണ്ടാണ് പ്രകൃതിയിലുള്ള ഓരോ ചരാചര വസ്തുക്കളും നൃത്തം ചെയ്യുന്നത്. പ്രകൃതിയാണ് മനുഷ്യൻ്റെ എല്ലാ നേട്ടങ്ങൾക്കും കാരണം എന്ന സത്യം മംഗണൻ ഉൾക്കൊണ്ടറിഞ്ഞിരിക്കുന്നുവെന്ന് ഓർത്ത് ശിവൻ സന്തോഷിച്ചു. ഈ അവസരത്തിൽ ശിവൻ മംഗണന്റെ വാക്കുകൾ ശ്രദ്ധിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പെരുവിരലിൽ നിന്ന് ഒന്ന് തട്ടി. പെട്ടെന്ന് ആ ചീരച്ചാറിന് പകരം അവിടെ ഭസ്മച്ചാർ ഒഴുകാൻ തുടങ്ങി. അത് കണ്ട് മംഗള മഹർഷി അത്ഭുത സ്തംഭനായി. തുടർന്ന് പ്രവഹിച്ചുകൊണ്ടിരിക്കുന്ന ആ ഭസ്മച്ചാറിൻ്റെ ആശ്രമവും പ്രകൃതിയും സുഗന്ധപൂരിതമായി. ആ യാഥാർത്ഥ്യം ബോധ്യമായ മഹർഷി തൻ്റെ മുന്നിൽ നിൽക്കുന്നത് സാക്ഷാൽ പരമേശ്വരനാണെന്ന സത്യം മനസ്സിലാക്കുകയും അദ്ദേഹത്തിൻ്റെ മുന്നിൽ സാഷ്ടാംഗം വീണ് നമസ്കരിക്കുകയും ചെയ്തു. അപ്പോൾ രുദ്രൻ പറഞ്ഞു, ഹേ മഹർഷി, മനുഷ്യൻ രൂപം കൊണ്ടാണ് നമുക്ക് മറ്റൊന്നായി തോന്നുന്നത്, എങ്കിലും അവൻ പ്രകൃതിയുടെ ഭാഗം തന്നെയാണ്. ഒരു പൂവ് പോലെ, ഒരു ചീരത്തണ്ട് പോലെ, ഒരു കുശപ്പുല്ല് പോലെ മനുഷ്യൻ പ്രകൃതിയുടെ ഭാഗം മാത്രമാണ്. അല്ലാതെ പ്രകൃതി മറ്റൊന്നും മനുഷ്യൻ മറ്റൊന്നുമല്ല. അത് നിനക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. നീയും പ്രകൃതിയുമായിട്ട് അത്ര താരതമ്യം പ്രാപിച്ചു. അതുകൊണ്ടാണ് നിന്റെ വിരലിൽ നിന്ന് ചീരച്ചാറ് ഒഴുകാൻ തുടങ്ങിയത്. മംഗളൻ പറഞ്ഞു, ഭഗവാനെ, യാഥാർത്ഥ്യം എനിക്ക് വെളിവായി. ഞാൻ ഇപ്പോഴും പ്രകൃതിയെ ജയിക്കാമെന്ന് വ്യാമോഹിച്ച് നടക്കുകയാണ്. സത്യം ഇപ്പോൾ എനിക്ക് ബോധ്യമായി. ഞാൻ തന്നെയാണ് പ്രകൃതിയാണെങ്കിൽ ഇത് എന്ത് ജയിക്കുവാനാണ്? പ്രകൃതിയാണ് എല്ലാത്തിലും വലുത്. മംഗളന്റെ വാക്ക് കേട്ട് രുദ്രൻ പുഞ്ചിരിച്ചു. അവനെ അനുഗ്രഹിച്ച് ശിവപ്രസാദത്തിൽ സന്തുഷ്ടനായ മംഗളൻ പ്രകൃതിനാഥനെയും പാടി ലോകത്തുമെങ്ങും ചുറ്റി സഞ്ചരിച്ചു. ഇതിൽ നിന്നൊന്ന് മനസ്സിലാക്കണം, നമ്മളും പ്രകൃതിയെ സംരക്ഷിച്ചാലാണ് നമുക്ക് എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകുന്നത്. പ്രകൃതിയും നമ്മളിൽ നിന്ന് അന്യമല്ല. പ്രകൃതിയാണ് സർവത്തിനും ആധാരം.